ഹായ് ഹലോ, ഇന്ന് അൻവിതക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെ പോയേക്കുമായിരുന്നു. അവന്യൂ റീജൻറ്റിലായിരുന്നു കേട്ടോ ബർത്ത്ഡേ പാർട്ടി. അവിടുത്തെ 7th ഫ്ലോറിൽ. ഞാൻ മുന്നേ വന്നിട്ടുണ്ട് അച്ഛൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, അതായത് കിച്ചു മാമൻ്റെ ബേബി. അവിടുത്തെ ഡെക്കറേഷൻസും കേക്കും ബലൂൺസും എല്ലാം ഒരു ബട്ടർഫ്ലൈ തീമായിരുന്നു. അതേപോലെ അവിടുത്തെ മെയിനായിട്ടുള്ള ബട്ടർഫ്ലൈയുടെ ആ ഒരു തീമിൻ്റെ കളറ് പർപ്പിളും പിങ്കും ആയിരുന്നു. അതേപോലെ തന്നെ ആയിരുന്നു അവരുടെ ഡെക്കറേഷൻസ്, അതേപോലെ തന്നെ ആയിരുന്നു അവരുടെ ഡ്രസ്സസും. ഞാനും അതേപോലുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ ഇട്ടിട്ട് പോയത്. ഒരു അടിപൊളിയായിരുന്നു. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി ആ ഡെക്കറേഷൻസും. പിന്നെ കുറേ ബട്ടർഫ്ലൈസും. ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്കണ്ണനും അമ്പാടിയും ഡിച്ചോട്ടനും ഞാനും ഒക്കെ കൂടി കളിക്കുകയാണ്. ആദ്യം കളി വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അത് ഉണ്ണിക്കണ്ണൻ്റെ ഒരു ബുക്കാണ്, സ്പൈഡർമാൻ്റെ സ്റ്റിക്കർ ബുക്ക് വെച്ചാണ് അവൻ എൻ്റെ തലക്കെട്ട് അടിക്കുന്നത്. ഞങ്ങൾ കളിക്കുകയായിരുന്നു. പിന്നെ ജാൻവി ചേച്ചിയൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ തകർപ്പൻ കളി. ഞങ്ങളെല്ലാവരും കൂടി, അമ്പാടിയും ഉണ്ണിക്കണ്ണനും ഞാനും ജാൻവി ചേച്ചിയും ഡിച്ചോട്ടനും എല്ലാവരും കൂടിയുള്ള കളിയായി. പിന്നെ ഞാൻ എൻ്റെ സ്റ്റിക്കർ ബുക്ക് ഒന്ന് നോക്കി. പിന്നെ അമ്പാടി എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ എന്നെ അത് കാണിച്ചാൽ അവിടെ അതുണ്ട്, അവിടെ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അമ്പാടി എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഫങ്ഷൻസ് ഒക്കെ. So before we start, little dear Anvita, we all wish you on your birthday, whatever you ask, you may receive, and whatever you seek, you may find. Whatever you may wish for gets fulfilled on your birthday and always. So once again, a happy birthday to you, Anvita. ഞങ്ങളെല്ലാവരും വെൽക്കം ചെയ്തു. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഡിച്ചൂട്ടിനും സ്റ്റിക്കർ ബുക്ക് നോക്കുകയായിരുന്നു. എന്നിട്ട് വേഗം കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ പോപ്പറൊക്കെ പൊട്ടി അടിപൊളിയായിരുന്നു. പോപ്പർ പൊട്ടിക്കഴിഞ്ഞപ്പോൾ അൻവിതക്കുട്ടി കുറച്ചൊന്ന് പേടിച്ചു കേട്ടോ. അൻവിതക്കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിക്കാണ് ആൻറ്റിയും ആൻറ്റിയും ഒക്കെ UK നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ വന്നത് ഈ അൻവിതക്കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഇൻഫ്ലുവൻസ് എന്നിട്ട് എല്ലായിടത്തും ഓടിച്ചാടി കണ്ടിട്ട് എല്ലാവരുടെയും ഫോട്ടോസും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അതോടെ എന്തായാലും ഞങ്ങൾക്ക് മെമ്മറീസൊക്കെ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും കുറേ ഫോട്ടോസായി. ഞങ്ങളും കുറേ ഫോട്ടോസ് എടുത്തു, എല്ലാവരും ഫോട്ടോസ് എടുത്തു. ബർത്ത്ഡേ പാർട്ടി ഒരു ഗെറ്റ് ടുഗെദറൊക്കെ പോലെയായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അൻവിതക്കുട്ടിക്ക് ഷീജമ്മയും അൻവിതക്കുട്ടിയുടെ അമ്മമ്മയും എല്ലാവരും കേക്കൊക്കെ കൊടുത്തു. പിന്നെ ഡിച്ചൂട്ടനും അമ്പാടിയും തമ്മിലുള്ള കളിയായിരുന്നു. നല്ല പോപ്പർ പൊട്ടിയതിൻ്റെ പേപ്പർ വർക്കലായിരുന്നു അവരുടെ പണി. അവർ രണ്ടുപേരും ഓണത്തിൻ്റെ ഇടയ്ക്ക് കുട്ടിവച്ചാൽ പോലെയായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും അവിടെ ഇവിടെയൊക്കെ ബർത്ത്ഡേൻ്റെ ഇടയ്ക്ക് അവർ പോപ്പർ പെറുക്കി അവിടെ ഇവിടെ എല്ലാവർക്കും വിൽക്കുന്ന പോലെ കൊടുക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും എല്ലാവരും വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട്, ആൻറ്റി ഉണ്ട്, എല്ലാവരും. പിന്നെ സിക്കിൾസും കപ്പ് കേക്ക്സൊക്കെ ഉണ്ടായിരുന്നു. ഞാനും അമ്പാടിയും ഞങ്ങളെല്ലാവരും കഴിച്ചു. എനിക്കിഷ്ടമായി. ഡിച്ചൂട്ടന് സിക്കിൾസ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. കപ്പ് കേക്കും എല്ലാം നല്ലതായിരുന്നു. എന്തായാലും ഫുഡും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ടീമിൻ്റെ കൂടെ അവരുടെ ഡ്രസ്സ് നല്ല മാച്ച് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് കളറാണ് പിങ്കും പർപ്പിളും. അതിൻ്റെ ഇടയിൽ ഉണ്ണിക്കണ്ണൻ്റെ അവിടെ കപ്പ് കേക്കിൻ്റെ ക്രീമൊക്കെ ചുണ്ടിലാക്കിയിട്ട് കളിക്കുന്നതായിരുന്നു. അവന് അതൊരു ഫണ്ണായിരുന്നു. ഞങ്ങൾ 4 പേരും സൂപ്പ് വാങ്ങി. നല്ല സൂപ്പായിരുന്നു കേട്ടോ. ചിക്കൻ സൂപ്പും മഷ്റൂം സൂപ്പും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും ചിക്കൻ സൂപ്പാട്ടോ വാങ്ങിയത്. പിന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ എടുത്തു. ഞാൻ പൊറോട്ടയും കൂടെ എടുത്തായിരുന്നു. പിന്നെ ഡെസേർട്സും കുറേ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഡെസേർട്സും
ഒക്കെ എടുത്തു. നല്ല നല്ല ഡെസേർട്ട്സ് ആയിരുന്നു. എനിക്ക് അവിടുത്തെ എല്ലാ ഫുഡ്സും ഇഷ്ടമായി. ഞങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും സെൽഫി ആയിട്ടും അല്ലാണ്ടും ഒക്കെ. അതിൻ്റെ ഇടയിൽ ഷൺമാമൻ ആൻറ്റിക്കും കീർത്തിക്കും കൂടിയിട്ട് സർപ്രൈസ് കൊണ്ട് കൊടുത്തു. വേറെ നല്ലൊരു കപ്പായിരുന്നു. ആദ്യം അവർ വിചാരിച്ച സാധാ കപ്പാണ്. ആൻറ്റിക്ക് കിട്ടിയത് ആൻറ്റിയുടെ ഫാമിലിയുടെ ഫോട്ടോ ഉള്ളൊരു കപ്പും കീർത്തി ആൻറ്റിയുടെ ഫാമിലിയുടെ ഫോട്ടോ ഉള്ളൊരു കപ്പായിരുന്നു. കീർത്തി ആൻറ്റി ജെയിൻ മാമനും അമ്മമ്മക്കും എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. കീർത്തി ആൻറ്റിയും എല്ലാവരും പൊന്നൻ ചേട്ടനും എല്ലാവരും. അവിടെ നിന്ന് സമയം പോയതുപോലും ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ തകർത്തു അവിടുന്ന്. പിന്നെ ഞങ്ങൾ കാറ് കയറിയപ്പോൾ കാറ് ഫുള്ളും ബലൂണായിരുന്നു. പിങ്കും പർപ്പിള് ഒരു കുഞ്ഞു പീസേ ഉണ്ടായുള്ളൂ. പിങ്ക് ആയിരുന്നു കുറേ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചെടുത്തു, ദിച്ചൂട്ടൻ കുറച്ചെടുത്തു. അങ്ങനെ ഫുള്ള് ബലൂണായിരുന്നു. പിന്നെ ഞങ്ങൾ വീടിറങ്ങാറായപ്പോഴത്തേക്കും ഞങ്ങൾ അതെല്ലാം ഡിക്കിയിലോട്ടിട്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വിജയമായിട്ട് കാണാം. അതൊക്കെ എല്ലാവർക്കും ബൈ.